മക്കളെ ഗ്രാമർ എന്തെല്ലാം പഠിക്കണം ഇപ്പോഴും പല ആളുകൾക്ക് ഒരു ബോധം കിട്ടിയിട്ടില്ല. ഗ്രാമർ നിങ്ങൾക്കറിയോ 10 സെറ്റോളം ഗ്രാമർ നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. 10 സെറ്റോളം ഗ്രാമർ പഠിക്കാനുണ്ട്. ആ 10 സെറ്റിൻ്റെ ഉള്ളിൽ ഡിഫറെന്റ് ഗ്രാമേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ നിങ്ങൾ ഗ്രാമർ പോർഷനിൽ അവസാനത്തെ 20 മാർക്കാണ് നമുക്ക് ഗ്രാമർ പോർഷൻ ഉള്ളത്. ഇതിന്റെ മുന്നേത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 30 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ 20 മാർക്ക് സ്കോർ ചെയ്യണം. 30 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ 40 മാർക്കിന്റെ ഒരു ലാംഗ്വേജിന്റെ പേപ്പർ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത് 80 മാർക്കിന്റെ ഇംഗ്ലീഷിന്റെ പേപ്പറിനെ അപ്രോച്ച് ചെയ്തിട്ടോ വീണ്ടും. അപ്പൊ ഈ ഗ്രാമർ എങ്ങനെ എഴുതും നോക്കൂ നിങ്ങൾ. ഗ്രാമറിന്റെ സ്പെല്ലിംഗേ പഠിച്ചോ. ഗ്രാമറിൽ അമ്മ ഉണ്ട് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഗ്രാമറിൽ അമ്മ ഉണ്ട് എന്ന് പഠിച്ചാൽ മതി. ഗ്രാമറിന്റെ സ്പെല്ലിംഗ് തെറ്റൂല. നെക്സ്റ്റ് നോക്കിക്കോളൂ. എഡിറ്റിംഗ് എന്ന് പറയുന്ന പോർഷൻ അല്ലേ. ഈ എഡിറ്റിംഗ് നമ്മൾ സ്പെൽ ചെക്ക് നോക്കണം. കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. നോക്കുക ഹി ഷീ ഇറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് സിംഗുലർ ആണ്. അപ്പൊ ഈസ് വാസ് ഡസ് ഹാസ്. ഈസ് വാസ് ഡസ് ഹാസ്. നോക്കൂ നിങ്ങൾ ഇതെല്ലാം സിംഗുലർ ആണെങ്കിൽ ഈ ഈസ് വാസ് ഡസ് ഹാസ് എസ്സിലല്ലേ അവസാനിക്കുന്നത്. അത് സിംഗുലറിന്റെ കൂട്ടത്തിൽ പോവാനാണ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജിയിലെ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഈ ഒരു മെത്തഡോളജി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഞങ്ങൾ ഇന്ന് എയറിന്റെ ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. എയറിന്റെ ലൈവിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ 7 മണിക്ക് ഇന്ന് രാത്രി വരാൻ വേണ്ടി മറക്കണ്ട, ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് സ്പെൽ ചെക്ക്, കോൺകോഡ്, റിലേറ്റീവ് പ്രനൗൺ കേട്ടിട്ടുണ്ടാവില്ല. എന്താ റിലേറ്റീവ് പ്രനൗൺ എന്നുള്ളത് അല്ലേ. എവിടെയാണ് ഹു ഉപയോഗിക്കല് പല ആളുകൾക്കും അറിയില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ രാത്രി പറഞ്ഞു തരുന്നുണ്ട്. നോക്കൂ, ഒരു പേഴ്സൺ കഴിഞ്ഞ് ഒരു വ്യക്തിന്റെ പേര് പറഞ്ഞു ദിസ് ഈസ് ഹബീബ്, ഇതാണ് ഹബീബ് ഡാഷ് അല്ലെ. നോക്കൂ ആ ഡാഷിന്റെ നമ്മൾ ഹു ഉപയോഗിക്കണം. പ്ലേഡ് വിത്ത് മീ, എന്റെ കൂടെ കളിച്ച അല്ലെ. അപ്പൊ ഇവിടെ വ്യക്തി കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് ഇവിടെ വെർബല്ലേ വന്നത്. വെർബ് ആണെങ്കിൽ ഹു. അപ്പൊ എവിടെയാണ് ഹും ഉപയോഗിക്കല്, എവിടെയാണ് വിച്ച് ഉപയോഗിക്കല് അല്ലെ, എവിടെയാണ് വേർ ഉപയോഗിക്കല്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പഠിപ്പിച്ചു തരാനുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളൂ. എങ്ങനെ പഠിക്കണം എന്നുള്ളതും എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എയറിന്റെ ലൈവിൽ പറയുന്നത്. വായോട്ടോ ആ എയറിന്റെ ലൈവിലേക്ക്. ഇത്രയും കാര്യങ്ങൾ എഡിറ്റിംഗിൽ പഠിക്കാനുണ്ട്. സ്പെൽ ചെക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോസ്ട്രോഫി വരെ ചോദിക്കലുണ്ട് കേട്ടോ. നെക്സ്റ്റ് കോൺവെർസേഷൻ കംപ്ലീഷൻ അല്ലെങ്കിൽ ഡയലോഗ് കംപ്ലീഷൻ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ. അതിൽ നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാനുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കലെന്ന് പഠിക്കുന്നുണ്ട്. ഹാഡ് വെറ്റർ പഠിക്കുന്നുണ്ട്. വുഡ് യു മൈൻഡ് പഠിക്കുന്നുണ്ട്. ഇഫ് ക്ലോസ് പഠിക്കുന്നുണ്ട്. ദ മോർ ഒക്കെ ആദ്യമായിട്ട് കേൾക്കാവൂലേ. The more you study well, the more you get knowledge അല്ലേ. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അറിവ് കിട്ടും. കണ്ട the more ഇവിടെ വന്നാൽ അപ്പുറത്ത് എന്ത് വരണം പറ, the more വരണം. ഈ ഗ്രാമർ ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എയറിന്റെ ലൈവിൽ വായോട്ടോ. ശ്രദ്ധിക്കുക. ഫ്രേസൽ വെർബ്, കുറച്ച് ഫ്രേസൽ വെർബ്. ഏതെല്ലാം ഫ്രേസൽ വെർബാണ് ശരിക്കും പബ്ലിക് എക്സാമിന് പഠിക്കേണ്ടത് നിങ്ങൾക്ക് അറിയണോ? എയറിന്റെ ലൈവിലേക്ക് വായോ. കൺജങ്ഷൻസ്, അയ്യോ കൺജങ്ഷൻസോ, അതേടാ കൺജങ്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എവിടെയാണ് ആൻഡ്, എവിടെയാണ് ബട്ട് അല്ലെ, എവിടെയാണ് മോർ ഓവർ, ഇതൊക്കെ ഉപയോഗിക്കൽ എവിടെയെന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദെൻ ആഡ്വർബ്സ്, എന്താണ് ആഡ്വർബും അഡ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ. ആഡ്വർബും അഡ്ജക്റ്റീവ് ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ ഇന്ന് നൈറ്റിലെ ലൈവിൽ വായോ. ഇതൊക്കെയാണ് ഗ്രാമറിൽ പഠിക്കാനുള്ളത്. ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രിയത്തെ ലൈവിൽ വായോ കേട്ടോ. പ്രിപ്പോഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രിപ്പോഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് പ്രിപ്പോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീപൊസിഷൻ അല്ലെ, മുന്നിൽ വരുന്നത് അല്ലെ. ഒരു സ്ഥലത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഇന്നാണ് ഉപയോഗിക്കുക അല്ലെ, പുറത്താണെങ്കിൽ ഓൺ ആണ് ഉപയോഗിക്കുക, ഒന്നിന്റെ മേളിലൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എബവ് ആണ് ഉപയോഗിക്കുക അല്ലെ. ദെൻ റിപ്പോർട്ടഡ് സ്പീച്ച് അറിയണം. പെയർ ക്രിയേഷൻ അല്ലേ, പെയർ ക്രിയേഷൻ അറിയണം. കുറെ ആൾക്ക് എങ്ങനെയാണ് പെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിന് ഏതെങ്കിലും ഒരു വേർഡ് എടുത്തു വെക്കും അല്ലേ, അല്ല അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടി അറിയണം കേട്ടോ. ദെൻ വെർബ് ഫ്രേസ്, നൗൺ ഫ്രേസ് അല്ലേ. വെർബ് ഫ്രേസ്, നൗൺ ഫ്രേസ് കുറെ ആളുകൾക്ക് അറിയില്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് ലൈവിൽ വായോ, ഞങ്ങൾ അതിൽ കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിക്കണേ. പോർട്ട്മൻറ്റോ വേർഡ്സ് എന്ന് പറയുന്ന വാക്കുണ്ട്. എന്താണ് സാറേ പോർട്ട്മൻറ്റോ വേർഡ് എന്ന് പറയുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ. ഇതിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിക്കുണ്ടല്ലോ. എക്സാമ്പിളോട് കേട്ടോളൂ. ഇന്റർനാഷണൽ എന്ന് പറയുന്ന വേർഡ് കേട്ട് നിങ്ങൾ ഇന്റർനാഷണൽ അല്ലേ. ദെൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ചുരുക്കിയിട്ട് പറയുന്ന സാധനമാണ് മക്കളെ എന്തെന്ന് പറയോ, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി കൊണ്ടുവരുന്നതിനാണ് നമ്മൾ പോർട്ട്മൻറ്റോ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വർഷത്തെ SSLC എക്സാമിൽ കാര്യം പാറ്റേൺ പുതിയതായതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇന്നൊരു ലൈവ് വരുന്നുണ്ട് എയർക്ക്. നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി വരില്ലേ? എയർക്ക് വരും. നമുക്ക് അവിടെ വെച്ച് കണ്ടേ പറ്റൂ.